ഇന്നലെ നമ്മുടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ കാണാനിടയായി. ഇറാൻ മുസ്ലിങ്ങളുടെ സംരക്ഷകരോ, യാഥാർത്ഥ്യമെന്ത്, ഇതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് കണ്ടാൽ തന്നെ തോന്നുക, ഈ വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തെ സമൂഹങ്ങളും രാജ്യങ്ങളും മുസ്ലിങ്ങളും ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാമിക രാജ്യമാണോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംരക്ഷകരാണോ ഇറാൻ എന്നുള്ളതാണെന്ന് തോന്നിപ്പോകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കവിതർക്കങ്ങളിൽ ഏറ്റവും സൗകര്യപൂർവമായ ഇടങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ അങ്ങോട്ട് പരത്തി വലുതാക്കി വീശി അടിച്ച് നിരപ്പാക്കി പറയുകയും എന്നാൽ പറയേണ്ട പല സത്യങ്ങളെയും മൂടി വെക്കുകയും ചെയ്യുന്നതിൽ അപാരമായ വിരുതും കഴിവും ഒക്കെ ഉള്ളവരാണ്. ഇവരുടെ ഈ പറച്ചിൽ കേട്ടാൽ തോന്നുക, ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ പാലത്തിൻ്റെ അടുത്ത് ഇറാനെ കൊണ്ട് നിർത്തിയിട്ട് രണ്ട് മലക്കുകളെ അള്ളാഹു, അതായത് നമ്മുടെ ട്രംപിനെയും നെതന്യാഹുവിനെയും ഏൽപ്പിച്ചു. എന്നിട്ട് ഇവർ ഇവിടെ ഈ നേരായ മാർഗത്തിലാണോ സഞ്ചരിച്ചത്, അതല്ല ശരിയല്ലാത്ത മാർഗത്തിലാണോ എന്ന് പരിശോധിച്ച് അവർക്ക് പറ്റുമെങ്കിൽ വേണ്ട ശിക്ഷ കൊടുത്ത് ഈ പാലത്തിലേക്ക് കടത്തിവിടാനോ അല്ലെങ്കിൽ പാലത്തിൽ നിന്ന് തെള്ളിയിടാനോ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ ഉള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ആ വിവരമറിഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും തീരുമാനമെടുക്കുന്നതിന്, ആർക്ക്, ട്രംപിനും നെതന്യാഹുവിനും തീരുമാനമെടുക്കുന്നതിന് ഇവർ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമാണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് പോലെയുണ്ട്. ഇദ്ദേഹത്തിനെയൊക്കെ പിന്തുടരുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ ആത്മീയ വിഷയങ്ങളിൽ ഇപ്പോൾ ഒന്ന് രണ്ട് ഭൗതിക കാര്യങ്ങൾ, വർത്തമാന കാലഘട്ടത്തിലെ ഒന്ന് രണ്ട് ഭൗതിക കാര്യങ്ങൾ, അതായത് സിറിയയിലെ സുന്നികളുടെ കൂട്ടക്കൊല, ഇറാഖിലെ കൂട്ടക്കൊല തുടങ്ങിയ സംഭവങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ അല്ലാഹു അക്ബർ, ഇവരൊക്കെ ദീനിൻ്റെ വിഷയങ്ങളെയും ഇങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ വ്യാഖ്യാനം കേട്ട് ഇദ്ദേഹത്തിന് സൗകര്യമുള്ള കിതാബ് എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു തരുന്നതാണോ ദീനിൻ്റെ വ്യാഖ്യാനമായി വരുന്നത് എന്നുള്ളത് കേൾക്കുന്നവർ നോക്കിയാൽ നന്നായിരുന്നു. അതിൽ ഞാൻ പണ്ഡിതനൊന്നുമല്ല ആ കിതാബിലേക്ക് കടന്നു പോകാൻ. പക്ഷേ ഈ ഭൗതിക കാര്യങ്ങളിൽ, ചരിത്രപരമായ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതിപ്പം ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, എത്ര കാപഢ്യത്തോടെയാണ് ഈ ഗീബൽസിയൻ നുണ പറയുന്ന ചില ജൂതന്മാരെ പോലെയാണ് അദ്ദേഹം സംഭവങ്ങളെ വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് തരുന്നത്. ആ കാര്യത്തിൽ അദ്ദേഹവുമായി ഒരു സംവാദത്തിന് പോലും ഞാൻ തയ്യാറാണ്. ഏത് കാര്യങ്ങളിൽ? ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇടപെടലുകളിൽ അദ്ദേഹം വളരെ വിശുദ്ധീകരിച്ച സിറിയയിലെ സംഭവവും അതുപോലെ ഇറാൻ ഇറാഖ് യുദ്ധവും ഒക്കെ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളത്, അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ബാക്കി ആത്മീയമായ കിതാബിൻ്റെ കാര്യവും അത്തരം കാര്യങ്ങളുമൊക്കെ നമ്മളിലെ പണ്ടാരായിട്ട് പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെ അംഗീകരിക്കുന്നവരാണവർ. അതുകൊണ്ടാണല്ലോ ഷിയാക്കൾ ഈ ഹജ്ജിനും ഒക്കെ നമ്മുടെ മക്കത്തും മദീനത്തും ഒക്കെ വരുന്നത്. ഇവർക്ക് ഖുറാഫത്ത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഇഷ്ടപ്പെട്ട വിഷയമാണ്. എല്ലാവരിലും മണപ്പിച്ച് എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടെത്തി എല്ലാവരെയും അങ്ങ് ഒറ്റപ്പെടുത്തി തങ്ങൾ മാത്രം വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന ആ ഒരു വിശുദ്ധിയുടെ ഒരു തരം മനോനില തകരാറ് ഇവർക്ക് പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ ആദ്യം മണപ്പിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞ് പിന്നെ കൂടുള്ളവരെ മണത്ത് അവരിൽ നിന്ന് മാറി ഏറ്റവും പരമവിശുദ്ധരായി നിലകൊള്ളുന്നത്. സത്യത്തിൽ ഇവർക്ക് അത്രമേൽ സംഗതി ഉണ്ടെങ്കിൽ ഈ ദീനിന് പുറത്തുള്ള ആളുകളെ, നമ്മുടെ ഉമ്മാടുമ്മായെയും ഉപ്പുപ്പാടുമ്മായെയും ഒക്കെ മോശമാക്കി ചിത്രീകരിച്ച ഈ പറയുന്ന ആളുകളെ സൗദി അറേബ്യയിൽ ഹജ്ജിനും മറ്റുമൊക്കെ കയറ്റുന്നതിനെതിരെ ഒരു പ്രസംഗം സൗദി ഭരണകൂടത്തിനെതിരെ നടത്തേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇവർ ചെയ്യൂല. ഇനി ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. ഇദ്ദേഹം വളരെ വൈകാരികമായി വികാരനിർഭരമായി പറയുന്നൊരു പറച്ചിലുണ്ട്. 2011 സിറിയയിൽ ലക്ഷക്കണക്കിന് സുന്നികളെ കൊന്നുതള്ളിയ ഇറാൻ ഷിയാക്കൾ എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി പറയുന്നത്. എന്താ അതിൻ്റെ വാസ്തവം? അവിടെ റാത്തീബിനോ മൗലൂദിനോ അല്ലെങ്കിൽ പള്ളിയിൽ പോയ ഈ സുന്നികളെന്ന് പറയപ്പെടുന്നവരെ സുന്നി ഷിയ തർക്കത്തിലാണോ അവിടെ കൊന്നത്? ആണോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മൊയ്ലിയാരെ? അതിൻ്റെ ചരിത്രം എന്താണെന്നറിയുമോ? അതായത് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ
ഇറാൻ ഡെവലപ്പ് ചെയ്തു. ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേലിൻ്റെ അധിനിവേശവും ആക്രമണവും ചെറുക്കുന്നതിന് വേണ്ടി ഒരെൻഡ് മുതൽ മറ്റേ എൻഡ് വരെ, അതായത് അങ്ങ് സിറിയ മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ, ഈജിപ്റ്റ്, അതുപോലെ ഇറാൻ, ഇതെല്ലാം കൂടി ചേർത്ത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തു. അതിനകത്ത് ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും എല്ലാവരും ഉണ്ടായിരുന്നു. ഹമാസൊന്നും ഷിയ അല്ലല്ലോ. ഇവരെല്ലാം എന്തിനാണ് ഡെവലപ്പ് ചെയ്തത്? ഈ ഇസ്രയേലിൻ്റെ യാതൊരു മര്യാദയുമില്ലാത്ത UN-ൻ്റെ പ്രമേയങ്ങളൊക്കെ കാറ്റിൽ പറത്തി അവർ നടത്തുന്ന അധിനിവേശങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഗതി ഉണ്ടായത്. ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ ബുഷ് വിളിച്ചത് എന്താണെന്നറിയോ? ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ്. അതായത് ദുഷ്ചെയ്തികളുടെ അച്ചുതണ്ട് എന്ന പേരിലാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാക്കി അതിന് കാസിം സുലൈമാനി നേതൃത്വം നൽകി സിറിയയിലടക്കം ഈജിപ്തിൽ അതുപോലെ ഇറാനൊക്കെ അടങ്ങുന്ന ആ ഒരു സംഗതി വളരെ സ്ട്രോങ് ആക്കി കൊണ്ടുവന്നപ്പോൾ അത് കൊണ്ടുവന്നിരുന്നത് ഇസ്രയേലിൻ്റെ ഒരു അധിനിവേശവും ഒരാക്രമണവും പിന്നീട് ഈ ഫലസ്തീനിൽ കണ്ടതുപോലെ കൂട്ടക്കൊലയൊന്നും അന്നുണ്ടായില്ലായിരുന്നു. അന്ന് അതിനെ ശിഥിലമാക്കാൻ വേണ്ടി കയറി നോക്കിയാൽ മതി മുസ്ലിയാർ ഈ പറയുന്ന കിതാബുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കുന്നത് പോലെ ചരിത്രത്തെ വായിക്കരുത്. എന്താ അമേരിക്ക ചെയ്തത്? അമേരിക്ക അവരുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി CIA, പിന്നെ അതുപോലെ തന്നെ M16 എന്ന് പറയുന്ന UK-യുടെ ഏജൻസിയും എല്ലാം കൂടി ചേർന്ന് അവരെന്ത് ചെയ്തു? അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചു സിറിയയിൽ. എന്നിട്ട് അൽഖ്വയ്ദയുടെയും ISS-ൻ്റെയും ഒക്കെ ആളുകളെ അതിൻ്റെ പിന്നിൽ അണിനിരത്തി. മുയിലിയാർക്കറിയാവോ അൽഖ്വയ്ദയും ISS-ഉം ഒക്കെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സൃഷ്ടിയാണെന്ന്? അങ്ങനെ അവരെ എല്ലാവരെയും കൂടെ അണിനിരത്തി അവർക്ക് വേണ്ട ആയുധങ്ങളെല്ലാം നൽകി അവർ ഇതിന് പോരാട്ടത്തിനിറങ്ങി. ദൂരെ നിന്നത് ഏകോപിപ്പിച്ചു കൊടുത്തു അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും. ബറാക്ക് ഒബാമ എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ മാലാഖനാണ് 2012 ഇതിനെതിരെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത്. ആ സന്ദർഭത്തിൽ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ജനങ്ങളെ രംഗത്തിറക്കി. അങ്ങനെയാണല്ലോ എല്ലായിടവും ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അമേരിക്ക ചെയ്യുന്ന എന്താ? ആ രാജ്യത്തെ ജനങ്ങളെ ഇറക്കി അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കി അട്ടിമറിച്ച് അവർ ആ രാജ്യത്തെ ദുർബലപ്പെടുത്തും. അതാണ് അവർ ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ അവർ ഇറാഖിനെ എടുത്തു, ഇറാനെ അടിക്കാൻ. പിന്നീട് അതേ ഇറാഖിനെ തന്നെ അവർ തകർത്തു. ഇതാണല്ലോ അവരുടെ പരിപാടി. അതുമല്ലോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാർക്ക് അറിയാവോ ആ ലോകത്തിൻ്റെ ചരിത്രം? അങ്ങനെ ആയുധം കൊടുത്ത് യുദ്ധം ഉണ്ടാക്കി. അവരിപ്പോൾ ഇറാനിൽ ശ്രമിച്ചതെന്താ? ആ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ പുറത്ത് അവസാന ആണിയും അടിക്കാൻ നടത്തിയ ശ്രമമാണ് റെജിം ചേഞ്ച് എന്ന പേരിൽ. അവിടെ സ്വാതന്ത്ര്യമില്ല, അവിടെ ആളുകൾക്ക് അവകാശമില്ല, അവിടെ തലയിൽ വസ്ത്രമിടാൻ നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളെയും ആണുങ്ങളെയും വേർതിരിച്ചിരുത്തുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാർക്ക് ഇഷ്ടമുള്ള സംഭവമല്ലേ അതൊക്കെ? അങ്ങനെ പെണ്ണുങ്ങളെ മറകെട്ടിയിരുത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെ മറച്ചിരുത്തണം എന്നൊക്കെ നിർബന്ധമുള്ള ആളല്ലേ. പക്ഷേ ഈ അമേരിക്കൻ ഇസ്രയേൽ വിധേയത്വത്തോട് അടിമപ്പെട്ട് എന്തിനാണ് അങ്ങനെ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്തു? രാജ്യത്തിനെതിരെ പ്രക്ഷോഭം വന്നപ്പോൾ അതിനെ അടിച്ചമർത്തി. ഒരു ഖിലാഫത്തിനെതിരെ പ്രക്ഷോഭം ഉണ്ടായാൽ അതിനെ അടിച്ചമർത്താൻ ദീൻ അനുവാദം നൽകുന്നുണ്ടോ? ഇല്ലയോ? അല്ലെങ്കിൽ അങ്ങനെ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ ഇസ്ലാം മതപ്രകാരം എന്താ അതിന് പരിഹാരം പറയുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഇന്ത്യയിലെ ഒരു കൂട്ടം ജനങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചാൽ അങ്ങനെ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയ ആളുകളെ വധിച്ചു എന്നുള്ളത് ശരിയാണ്. അത് സുന്നി ഷിയ തർക്കത്തിലല്ല. അത് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയെ തകർക്കാൻ അമേരിക്ക ഉണ്ടാക്കിയ ചാരപ്രവൃത്തിക്ക് കൂട്ടുനിന്നവരെ അതിന് നേതൃത്വം നൽകിയ ആളാണ് കാസിം സുലൈമാനി. അയാൾ റഷ്യയുടെ സഹായത്തോടെ ഈ സമരത്തെ അടിച്ച് അമർത്തി ഒതുക്കി. അതുകൊണ്ട് എന്തായിരുന്നു ഉണ്ടായ? അത് നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് ഇസ്രയേലിൻ്റെ അടുത്ത് വരെ ഈ സിറിയയിൽ വരെ പോകാമായിരുന്നു. ഈ ഇസ്രായേലിൻ്റെ തോന്നിയാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഏത് ശക്തിക്കും അതിനെ ആക്രമിക്കാൻ അവിടം വരെ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പറ്റുന്നോ? ആ സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാ? സിറാജുൽ ഇസ്ലാം മുസ്ലിയാർ. അമേരിക്കയും ഇസ്രയേലുമാണ്. പിന്നിപ്പം നിങ്ങളുമാണെന്ന് തോന്നുന്നു അതിൽ സന്തോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ അടുത്ത് വരെ ചെല്ലാനുള്ള ആക്സസ് ഈ സിറിയയാണെന്നറിഞ്ഞുകൊണ്ട്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൽ സിറിയ വന്നാൽ അത് അപകടമാണെന്നറിഞ്ഞുകൊണ്ട് സിറിയയെ അതിൽ നിന്ന് തകർക്കാൻ വേണ്ടി അവിടുത്തെ ഭരണകൂടം, അതായത് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനൊപ്പം നിൽക്കുന്ന ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി അവിടുത്തെ മനുഷ്യർക്ക് ആയുധം കൊടുത്ത് തെരുവിലിറക്കി യുദ്ധം ചെയ്യിച്ചു. ആ യുദ്ധത്തിലാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടത്. ആ യുദ്ധത്തിലാണ്. അങ്ങനെ ചരിത്രത്തിൽ രാജ്യത്തിനെതിരെയും
രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തതിന് ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ അത് സുന്നി ഷിയ വിഷയമല്ല. പക്ഷേ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാർ ഒറ്റയടിക്കങ്ങ് പറഞ്ഞു, ഇറാനിലെ ഷിയാക്കൾ സിറിയയിൽ പോയി സുന്നികളെ കൊന്നു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് കാസിം സുലൈമാനിയെ ആര് വധിച്ചത്? ഒന്നാം ട്രംപിൻ്റെ കാലത്ത് ട്രംപ് വധിച്ചത്. അല്ലാതെ കാസിം സുലൈമാനി ഇസ്ലാമികമല്ലാത്തതുകൊണ്ടും സുന്നി അല്ലാത്തതുകൊണ്ടും ആണോ സിറാജുൽ ബാലുശ്ശേരി മുസ്ലിയാരെ ട്രംപ് കൊന്നത്? അല്ല, അയാളുടെ ഇംഗിതത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ്. അത്രയും പോലും മനസ്സിലാക്കാനും, അല്ലെങ്കിൽ മനസ്സിലാക്കിയെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ജൂതനെപ്പോലെ ഈ ഗീബൽസിൻ നുണ എന്തിനാണ് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? അത് കണ്ട് കുറേ ആളുകൾ താഴെ വന്നിരുന്ന് മോരും വെള്ളവും കുടിക്കുന്ന പോലെ ഉസ്താദ് വേർതിരിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എന്താ മനസ്സിലാക്കിയത്? അടിമത്തം. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ എന്താ? ഇറാഖിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുതള്ളി. എന്താണ് ഇറാഖ് ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയുമോ? 1951 അവിടെ മുസാദേഖ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നു, ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്നു മുസാദേഖ്. അദ്ദേഹത്തെയാണ് ചരിത്രത്തിലെ ഇറാനിലെ ലോകത്തിലെ തന്നെ ടൈം മാസികയെ ഏറ്റവും വലിയ ഭരണാധികാരിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. എന്താ അദ്ദേഹം ചെയ്തെന്നറിയാവോ? അദ്ദേഹം അവിടുത്തെ ഓയിൽ ഇൻഡസ്ട്രിയെ നാഷണലൈസ് ചെയ്തു. എന്താ ഓയിൽ ഇൻഡസ്ട്രി വെച്ച് പിന്നെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാരെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ UK ആയിരുന്നു എണ്ണ സംസ്കരണം മുഴുവൻ ഇറാനിൽ നടത്തിയത്. എന്നിട്ട് 14% ലാഭം ഇറാന് കൊടുക്കും, 86% ലാഭം അവർ കൊണ്ടുപോകും. അതിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇറാൻ്റെ ഓയിൽ ഫീൽഡ് നാഷണലൈസ് ചെയ്തു. ഈ UK കൊള്ളയിൽ നിന്ന് ഇറാനെ മോചിപ്പിച്ചു, ജനങ്ങൾക്ക് നീതി നൽകി. നല്ല ഭരണാധികാരി, നല്ല ജനാധിപത്യക്കാരൻ, നല്ല നീതിമാൻ. പക്ഷേ 51 മുതൽ 53 വരെ അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റുള്ളൂ. 53 ആയപ്പോൾ ഇപ്പോൾ സിറാജുൽ ഇസ്ലാം മുസ്ലിയാർക്ക് ഇറാനേക്കാൾ ഇഷ്ടപ്പെട്ട രണ്ട് പ്രിയ സുഹൃത്തുക്കളുണ്ടല്ലോ, അമേരിക്കയും ഇസ്രയേലും. അവർ ചേർന്ന് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു, അദ്ദേഹത്തിനെ തടവറയിലാക്കി. ആ തടവറയിൽ കിടന്ന് അദ്ദേഹം 1969-ലോ 70-ലോ എങ്ങാണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിനെ അട്ടിമറിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന ഒരാളാണ് പെഹലവി കുടുംബത്തിൽ പിറന്ന ഒരു ഭരണാധികാരിയെ. ആ പെഹലവി കുടുംബത്തിൽ പിറന്ന ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ പേര് റാസ പെഹലവി എന്നെങ്ങാണ്ടാണ്, ഞാൻ ആ പേരങ്ങ് വിട്ടുപോയി. അദ്ദേഹത്തെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് 1979 വരെ ഇവരുടെ ഒന്നാന്തരം കിങ്കരനായി, ഒന്നാന്തരം അടിമയായി, ഒന്നാന്തരം കാലുനക്കിയായി ഇറാൻ ഭരിച്ചത്. ആ കാലഘട്ടത്തിൽ 3 യുദ്ധം നടന്നു ഇസ്രയേലുമായി. ആ 3 യുദ്ധത്തിലും ഇസ്രയേലിന് പിന്തുണയായിരുന്നു ഇറാൻ നൽകിയത്. അന്ന് സൗദി അറേബ്യയിലെ രാജാവ് വരെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും ഇസ്രയേലിനും എണ്ണ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ അടിമയുണ്ടല്ലോ, ഈ അടിമ എത്ര എണ്ണ വേണമെങ്കിലും കൊടുക്കാൻ നിങ്ങൾ വാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ ഭരണം നടത്തിയിരുന്നത് മുഴുവൻ അമേരിക്കയും ഇസ്രയേലുമായിരുന്നു ആ കാലഘട്ടത്തിൽ, മുഴുവൻ സ്ഥലത്തും. എന്നിട്ടോ ആ കളിപ്പാവയായിരുന്ന ആളിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 1979-ലെ ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഇറാൻ ആയത്തുള്ള ഖൊമൈനി പിടിച്ചെടുക്കുന്നത്. 1979-ൽ അന്ന് പണിപാളി. ആരുടെ പണിപാളി? അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പണിപാളി, അല്ലാതെ സുന്നി ഷിയായും അല്ലത്. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാരെ പച്ചക്കള്ളം, വെറും കള്ളം, നിങ്ങളുടെ ഗീബൽസ്യൻ നുണ, ജൂതന്മാരെ പോലും നാണിപ്പിക്കുന്ന നുണയാണ് നിങ്ങൾ ചരിത്രം എന്നുള്ള രീതിയിൽ ഒറ്റ സെൻറ്റൻസിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അത് അസ്വസ്ഥതയുണ്ടാക്കി. അവരെന്ത് ചെയ്തു? അവർ ഇറാഖിന് വേണ്ട ആയുധങ്ങളും സമ്പത്തും കൊടുത്തു. എന്തിന്? ഇറാനെ ദുർബലപ്പെടുത്തണം, ഇറാനെ അട്ടിമറിക്കണം, ഇറാനെ ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടി ആയുധം കൊടുത്തിട്ട് ചരിത്രം പറയുന്നത് എന്താണെന്നറിയുമോ? അതുകൂടി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാർ പഠിക്കണം. ഇറാൻ-ഇറാഖ് വാർ ഒഫീഷ്യലി ബിഗാൻ വിത്ത് എ ഫുൾ സ്കെയിൽ ഇറാഖി ഇൻവെൻഷൻ ഓഫ് ഇറാൻ ഓൺ സെപ്റ്റംബർ 22, 1980. സെപ്റ്റംബർ 22, 1980 ഇറാഖിനെ കൊണ്ട് ഇറാനെ ആക്രമിച്ചു. ഇറാഖി മിലിറ്ററി ലോഞ്ച്ഡ് എ സർപ്രൈസ് എയർ അസാൾട്ട് ഓൺ 10 ഇറാനിയൻ എയർഫീൽഡ്. ഇറാനിലെ 10 എയർഫീൽഡുകളിലേക്ക് വളരെ സർപ്രൈസിംഗ് ആയി ഇറാഖിനെ കൊണ്ട് ആക്രമണം നടത്തി. അതിന് വേണ്ട ആയുധങ്ങൾ, എയർ സ്ട്രൈക്കിന് വേണ്ട ആയുധങ്ങൾ, ഗ്രൗണ്ട് ഇൻവെൻഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ, ഇതെല്ലാം ആര് കൊടുത്തു? ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആർക്ക് കൊടുത്തു? ഇറാഖിന് കൊടുത്തു. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാരെ, ചരിത്രം ഞാൻ പറയുന്നത് ചരിത്രമാണ്, ചരിത്രം.
എന്നിട്ട് എന്ത് ചെയ്തു? ആക്രമിച്ചു. വേണ്ട ആയുധങ്ങൾ മുഴുവൻ ഇറാഖിന് കൊടുത്തു. എന്നിട്ട് ആക്രമണം നടത്തി. റഷ്യയുടെ സഹായത്തോടെ ഇറാൻ മറുവശത്ത് പൊരുതി പിടിച്ചു നിന്നു. യുദ്ധം അവസാനിച്ചു. ഇറാഖിനെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു. സദ്ദാം തിരിച്ചറിഞ്ഞത്. സദ്ദാമിനെ എന്ത് ചെയ്തു? പിന്നീട് അടുത്ത ഏറ്റവും മിത്രമായ അതേ സദ്ദാമിനെ ഉപയോഗിച്ച് എടുത്ത് ശത്രുവാക്കി ഇതേ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ചു. അന്ന് ഇറാൻ കാഴ്ചക്കാരനെ പോലെ നിന്നു. ഒരുപക്ഷെ ഇന്ന് ഇറാൻ കാണിച്ച ധൈര്യം അന്ന് ഇറാഖിനോടൊപ്പം നിൽക്കാൻ കാണിച്ചെങ്കിൽ പശ്ചിമേഷ്യയുടെ സ്ഥിതി വേറൊന്നായേനെ. ഇതൊന്നും സുന്നി ഷിയ പ്രശ്നമല്ല. ആയത്തുള്ള ഖാംനെയുടെയും ഖൊമൈനിയുടെയും ടെക്സ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. പലതിലും അവർ ആവർത്തിച്ച് ഈ ആയത്തുള്ള ഖൊമൈനി പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് മുസ്ലിമിനെ സുന്നി എന്നും ഷിയ എന്നും വേർതിരിക്കുന്നത് അമേരിക്കൻ ഗൂഢതന്ത്രമാണ്. ആ അമേരിക്കൻ തന്ത്രത്തിന് കുഴലൂതുകയാണ് ആര് ചെയ്യുന്നത്? സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി മുസ്ലിയാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതൊന്നും അടിസ്ഥാനപരമായ പ്രശ്നമല്ലത്. ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തകർക്കണം. ഇത് തകർത്താൽ അടുത്ത സ്റ്റേജ് എന്താ? അടുത്ത സ്റ്റേജ് ഇതേ ഇറാന് വേണമെങ്കിൽ ആയുധം കൊടുത്തോ അല്ലെങ്കിൽ മറ്റൊന്ന്. പക്ഷേ അവരതിന് വഴങ്ങില്ല ഇന്നു വരെയുള്ള അവരുടെ പോരാട്ട വീര്യം അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ചരിത്രം. ആ യുദ്ധത്തിൽ ഇറാഖിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, ഇറാനിലും കൊല്ലപ്പെട്ടു. അല്ലാതെ അത് സുന്നിയായ സദ്ദാം ഹുസൈനെ ഷിയ ആയ ഇറാൻകാരൻ രാവിലെ അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ല. ചരിത്രം ഒന്ന് വായിര്. ഈ ആക്രമണം തുടങ്ങിയത് ഇറാനാണ് എന്ന് കാണിച്ചു തന്നാൽ സിറാജുൽ ഇസ്ലാം മുസ്ലിയാർ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ബുക്ക് വായിച്ച് പറഞ്ഞു തരണം. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിക്കണം. അല്ലാതെ ഒറ്റ സെൻറ്റൻസിലിരുന്ന് ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് ചരിത്രത്തിൻ്റെ വസ്തുതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അനുയായികളെ, മതപരമായ വിഷയങ്ങളിൽ ഇദ്ദേഹത്തെ പിന്തുടരുന്നവർ, ഇദ്ദേഹം പാല് കുടിക്കുന്നത് പോലെ പറയുന്നത് കേട്ടതെല്ലാം പച്ച സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങൾ രണ്ടാമത് റീചെക്ക് ചെയ്തോണം. കാരണം ചരിത്രത്തെ ഇത്രയും കള്ളത്തരമായി അവതരിപ്പിക്കാൻ, ഗീബൽസ് നുണ പറയാൻ ഇയാൾക്ക് മടിയില്ലെങ്കിൽ വേറെ കിതാബുകൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവച്ച് ഇയാളുടെ സംഘടനയെ ന്യായീകരിക്കാൻ ഇദ്ദേഹം എന്തും പറയും. സൂക്ഷിക്കണം.